ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ പത്മവും കമലവും സംസാരിക്കുകയാണേ. കമല പറയും, വിക്രമിന്റെ ജീവിതത്തിൽ മാത്രമല്ല ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിഷു അറസ്റ്റിലായ സമയത്ത് പത്മ അത് കണ്ടതല്ലേ. എന്തിന് നീരസത്തോടെ പെരുമാറുന്ന നന്ദിനിയോട് പോലും വേദ സ്നേഹത്തിലേ പെരുമാറാറുള്ളൂ. ദയവായിട്ട് തന്ന മരുമകളെ കൊണ്ട് കളയണം ഏതമ്മയെ ആഗ്രഹിക്കുക. ഇപ്പൊ എന്നെക്കാളും കൂടുതൽ അവൾ ആ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് മാഷാണ്. ഇനി വേദയുടെ കാര്യം പറയാം. പത്മ എന്നെ ഇങ്ങനെ അമ്പലത്തിൽ കാത്തു നിൽക്കണമെന്നില്ല, ഞങ്ങളായിട്ട് ഇനി അവളെ വിട്ടുതരില്ല. ഇങ്ങനൊരു മറുപടി പത്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത്രയും പറഞ്ഞ് കമല അവിടുന്ന് പോവാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സമരപന്തലിലാണ്. അപ്പോഴായിരിക്കും ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. ആരോ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ എല്ലാം റെഡിയല്ലേ, തുടങ്ങിക്കോ. ശേഷം പിന്നീട് കാണിക്കുന്നത് കുറച്ച് ആൾക്കാര് ഇതുപോലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരികയാണ്. ഇവരെ കാണുമ്പോൾ വിക്രം ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ പുളിക്കല് പറയും, നമ്മുടെ സമരത്തിൽ ചേരാൻ വന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ വേറൊരാള് പറയും, നമ്മുടെ യൂണിയനിലെ ചേരാൻ കൂട്ടാക്കാത്തവരാണ്. പുളിക്കല് പറയും, സമരം കണ്ടപ്പോ വന്നതായിരിക്കും. വിക്രം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും പോലീസുകാര് അപ്പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീകാന്ത് അവരെ ഫോൺ വിളിച്ചിട്ട് പറയും, ഇപ്പൊ അടിപൊട്ടും, കൃത്യസമയത്ത് ഇടപെടണം. അപ്പോഴേക്കും ശ്രീകാന്ത് ഏൽപ്പിച്ച ആൾക്കാര് അവിടെ വന്നിരിക്കുന്നുണ്ട്. അതിലൊരാളെ വളരെ മോശമായിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ശ്രീകാന്തിനെ കൊല്ലുന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ആനുകൂല്യങ്ങൾ തന്നിട്ടില്ലെങ്കിൽ വെട്ടിക്കളയും ശ്രീകാന്തെ, കഴുത്ത് വെട്ടി കടലിൽ താഴ്ത്തും. ഇത് വിക്രമിന് ഇഷ്ടപ്പെടുന്നില്ല. വിക്രം എഴുന്നേറ്റിട്ട്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, നിർത്താൻ. അപ്പോഴയാള് നിർത്തുന്നില്ല. അപ്പോഴേക്ക് ഇയാള് അടിക്കടാ എന്ന് പറയലും പിന്നെ അവിടെ അടിപിടിയായി. അങ്ങനെ സമാധാനത്തോട് കൂടി ഉണ്ടായിരുന്ന ആ സമരം മൊത്തത്തിൽ അലങ്കോലാക്കിയിരിക്കുകയാണ്. അപ്പോഴേക്ക് അതിനിടയിലേക്ക് ശ്രീകാന്ത് വന്ന് ഓടിക്കയറും. മതി മതി, എല്ലാരും സമാധാനം പാലിക്കൂ എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് ഇടയിൽ കയറുന്നത്. എന്നിട്ട് വിക്രമിനെ പിടിച്ചു വെച്ചിട്ട് നേരത്തെ മുദ്രാവാക്യം വിളിച്ച ആ ആളോട് കണ്ണോണ്ട് കാണിക്കും വിക്രമിനെ കത്തിയോണ്ട് കുത്താൻ. എന്നിട്ട് വിക്രമിനെ അയാളുടെ മുന്നിലേക്ക് അങ്ങ് ഉന്തിയിട്ട് കൊടുക്കണേ. അപ്പോഴേക്ക് വിക്രം, നിങ്ങൾ എന്താ കാണിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈ കുത്ത് കിട്ടുന്നത് മറ്റൊരാൾക്കാണ്, ഒരു പാവം മനുഷ്യന്. ഈ സമയം കുത്തിയവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴേക്ക് പോലീസുകാരുടെ എത്തും. വിക്രം ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ശ്രീകാന്ത് ഓടി ചെന്നിട്ട് പറയും, സാർ എന്തൊക്കെയാ നടക്കുന്നത്, സമാധാനമായിട്ട് സമരം നടത്തുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ആ ഫാക്ടറി തല്ലി പൊളിക്കുന്നേ, ഒരാളെ കുത്തിയിട്ടുണ്ട്, ആരെങ്കിലും എടുത്ത് വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോടോ. അപ്പോഴേക്കും എല്ലാവരും കൂടെ അയാളെ ഒരു ഓട്ടോയിൽ കയറ്റും. അങ്ങനെ അങ്ങേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പോലീസ് ശ്രീകാന്തിന്റെ ആളാണല്ലോ. വിക്രത്തിനോട് വണ്ടിയിൽ വന്ന് കയറാൻ പറയും. വിക്രം പറയും, ഞങ്ങളിവിടെ സമാധാനപരമായിട്ടാണ് സമരം നടത്തിക്കൊണ്ടിരുന്നത്, അതിലേക്ക് വന്ന് കയറിയവരാ പ്രശ്നം ഉണ്ടാക്കിയത്. അയാൾ പറയും, പുറത്തുനിന്നുള്ള ഗുണ്ടകളൊന്നും അല്ലല്ലോ, ഇവിടെയുള്ള തൊഴിലാളികൾ തന്നെയല്ലേ, അപ്പൊ അതിലുള്ള ഉത്തരവാദിത്വം നിനക്ക് തന്നെയാ. ആശുപത്രിയിലേക്ക് പോയവന്റെ കാറ്റ് പോയാലേ നിന്റെ ഈ സമരം സമാധാന സമരമാവില്ല, ഇങ്ങോട്ട് നടക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചോണ്ട് പോവും. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിക്രം പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കുന്നില്ല. ഇത് കാണുമ്പോൾ ശ്രീകാന്തിന് സന്തോഷാവും. അപ്പൊ അങ്ങോട്ടൊരു ഓട്ടോ വരാണ്. നോക്കുമ്പോ വേദ. എന്നിട്ട് വയ്ക്കും, എന്താ സാബു സാറേ ഇത്, ഇങ്ങനെ മുതലാളിമാരുടെ ഏറാമൂലയിൽ നിന്ന് തോന്നിവാസം ചെയ്യാൻ നാണോ ഇല്ല നിങ്ങക്ക്? ഡി എന്ന് വിളിച്ച അയാൾ ചെല്ലുമ്പോ വേദ പറയും, വായടക്കടോ, വക്കീലെന്ന് വിളിക്കണം. ഡി ബോഡി എന്നൊക്കെ വിളിച്ചാലേ കേസ് വേറെ വരും. വിക്രത്തിന് നേരെയുള്ള കേസ് എന്താ? ശ്രീകാന്ത് പറയും, സമരത്തിന്റെ പേരിൽ അക്രമം നടത്തി, ഫാക്ടറി തല്ലി പൊളിക്കാൻ നോക്കി, ഇടയിലേക്ക് കയറി വന്ന എന്നെ കുത്തിക്കൊല്ലാൻ നോക്കി, ഒരാളെ കുത്തിയില്ലേ, ഇത്രയും പോരെ? വേദ പറയും, തിരക്കത്ത് പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അതിനൊരു ഒതന്റിസിറ്റി വേണം. വേദയ്ക്കും സമരം നടത്തിയവരെല്ലാവരും യൂണിയൻ മെമ്പേഴ്സ് ആണോ? വിക്രം പറയും, അല്ല, 6 പേര് വീതം ഊഴമിട്ട് നിരാഹാര സമരം നടത്തിക്കൊണ്ടിരുന്ന പന്തലിലേക്ക് പുറത്തുനിന്ന് വന്നവരാ അക്രമം നടത്തിയത്, അവരാരും യൂണിയൻ മെമ്പേഴ്സ് അല്ല. അപ്പൊ സാബു പറയും, അവര് ഈ കമ്പനിയിലെ തൊഴിലാളികൾ തന്നെയാ, ഇവര് പറഞ്ഞിട്ടാ അവർ അക്രമമായിട്ട് വന്നത് അല്ലേടോ എന്ന് വെക്കുമ്പോ ആ കയറി വന്നതിൽ ഒരാൾ പറയും, അതെ സാർ, ഞങ്ങള് വിക്രം പറഞ്ഞിട്ടാ വന്നത്. അപ്പോ ശ്രീകാന്ത് പറയും, എന്താ പോരെ? ഇത് കേൾക്കുന്ന വേദ പറയും, ഇതെന്താ ഇൻസ്പെക്ടർ സാർ, ബാലരമ പോലീസോ? കുട്ടികൾ ഇതിനേക്കാൾ നല്ല കഥ ഉണ്ടാക്കുമല്ലോ. സാറേ, സമരത്തിലേക്ക് കയറി വന്ന ഇവരെയൊക്കെ കൂട്ടി സ്റ്റേഷനിലേക്ക് ചെല്ല്, പിന്നെ യൂണിയൻ മെമ്പേഴ്സിനെയും വിക്രമിനെയും കൊണ്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്. അപ്പൊ സാബു സാറേ വേദയുടെക്കും, ഇവനെ കൊണ്ട് ഞാൻ പോയാലോ? വേദ പറയും, സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത കുറ്റമൊന്നുമല്ലല്ലോ, ഇന്ന് തന്നെ ഞാൻ ജാമ്യത്തിലെടുക്കും, കോടതിയിൽ നിങ്ങൾക്കും ഈ നിൽക്കുന്ന മാനേജിംഗ് ഡയറക്ടർ ശ്രീകാന്ത് ശങ്കരനാരായണനും ഈ നിൽക്കുന്ന ഗുണ്ടകൾക്കും എതിരെ ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യും. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത നാടകേ ഞാൻ അവിടെ പൊളിക്കും. കാണണോ സാറിനെ? അയാളൊന്നും പറയുന്നില്ല. അങ്ങനെ വേദ അവരുടെ വയ്ക്കും, ആരാ കുത്തിയത്? അപ്പൊ ആ സമരത്തിലുള്ള ഒരാൾ പറയും, അത് പുറത്തുനിന്ന് വന്ന ആരോ ആണ്, അത് ഇവിടുത്തെ തൊഴിലാളിയൊന്നുമല്ല, അയാൾ ഓടിപ്പോയി. അപ്പൊ വേദ വയ്ക്കും, കുത്തുകൊണ്ട് കിടന്നത് യൂണിയനിൽ പെട്ട ആളാണോ? അപ്പൊ വിക്രം പറയും, അല്ല, വന്നതിൽ ഒരാളാണ്. കുത്തിയതോ? വിക്രം പറയും, അതും അവരിൽപ്പെട്ട ഒരാളാണ്. അവരെല്ലാം അയാളെ എടുത്തൊരു വണ്ടിയിൽ കയറിപ്പോയി. ഈ സാർ അവർ പോകുന്നത് വരെ നോക്കി നിൽക്കായിരുന്നു. ഏതാ പറയും, അപ്പൊ യൂണിയനിലല്ലാത്തവർ കയറി അക്രമം കാണിച്ചതിനാണ് ഇവിടെ കേസെടുക്കേണ്ടത്. വിക്രമിനെ വിടെ, വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടവരെ പിടിക്കാൻ നോക്ക്, വേണമെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പരാതി കൂടെ സാർ എഴുതി വാങ്ങിച്ചോ. അപ്പോ ശ്രീകാന്ത് വരും, എനിക്ക് പരാതിയൊന്നുമില്ല,
വേദ പറയും ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ സാറ് സംഘടിപ്പിച്ച ഈ പൊറാട്ട് നാടകത്തിൽ കുത്തേറ്റ് വീണ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലീസിന് പരാതി ഇല്ലെങ്കിലും കേസെടുക്കേണ്ടി വരും. അപ്പൊ ഇതിലും വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വരും. തൊഴിലാളികളുടെ ന്യായമായ ആനുകൂല്യത്തിനു വേണ്ടി അക്രമമില്ലാത്ത ഈ സമരം ഇവിടെ തുടരും. അത് സാധിച്ചു കിട്ടും വരെ. വഴങ്ങാൻ തയ്യാറല്ലെങ്കിൽ ശ്രീകാന്ത് വയ്ക്കും. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിൽ നിയമപരമായി എനിക്കും അവകാശമുള്ള കാര്യം അറിയാലോ, അത് നിയമപരമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കും. ശ്രീകാന്ത് അങ്ങ് ഞെട്ടിപ്പോവും. പിന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ എനിക്ക് അനുവദിച്ചു കൊടുക്കേണ്ടിയും വരും. നിങ്ങളോട് ചർച്ച പോലും ചെയ്യേണ്ടി വരില്ല, എനിക്ക് അറിയാലോ. പരിഹരിച്ച നിങ്ങൾക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് തല താഴ്ത്ത. എന്നാൽ യൂണിയനിലുള്ള എല്ലാവരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എന്നാ വരട്ടെ എന്ന് പറഞ്ഞ വേദം നല്ല സ്റ്റൈലായിട്ട് അവിടുന്ന് പോവാ. വിക്രം ഇതെല്ലാം നോക്കി നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് വിക്രമിനെ നോക്കുമ്പോൾ വിക്രം ഉണ്ടാവും ചിരിക്കുന്നേ. വീണ്ടും അവിടെ മുദ്രാവാക്യങ്ങളോടുകൂടെ ആ സമരം തുടരുകയാണ്. അതിനുശേഷം പിന്നീട് രാത്രിയാട്ടോ. നന്ദിനിക്കിപ്പോ വിശന്നിട്ട് ഉറക്കം വരുന്നില്ല. അവിടെ കിടന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. നടക്കുന്നേ ഇല്ല. വിശന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാ. അടുക്കളയിലേക്ക് ചെല്ലും. ലൈറ്റൊന്നും ഇടുന്നില്ല കേട്ടോ. ഇങ്ങനെ പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും ഒരു ഭക്ഷണവും ഇല്ല. എല്ലാം ഒരു വറ്റ് പോലും വെക്കാണ്ട് തിന്നു. കുറച്ച് അരി എടുത്ത് അടുപ്പത്തിട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, അത് വെന്ത് വരാൻ കുറേ സമയമെടുക്കും. അവലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അത് തരയാ. നോക്കുമ്പോൾ അവിടെ ഉണ്ട്. അതെടുത്ത് വായിലിട്ട് തിരിയുമ്പോൾ വേദ ഉണ്ടാവും അവിടെ. വേദയെ കാണുന്നതും നന്ദിനി ആകെ വല്ലാണ്ടാകും. വേദ പറയും അകത്തുനിന്ന് ഇറങ്ങി വന്ന് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിയെന്ന് കരുതിയല്ലേ? വിക്രം മാലയിട്ടതിനു ശേഷം ഞാൻ ആ റൂമിൽ കിടക്കാറില്ല. അത്രയ്ക്ക് വിശപ്പുണ്ടല്ലേ? പിന്നെ ഇല്ലാതിരിക്കോ? അയ്യപ്പസ്വാമിയുടെ പേര് പറഞ്ഞാൽ എന്നോട് പോരെടുക്കാന്നറിയാം. ഇതെല്ലാം അയ്യപ്പസ്വാമി കാണുന്നുണ്ട്, നോക്കിക്കോ. വേദ പറയും അത് തന്നെ എനിക്കും പറയാനുള്ളത്. സ്വാമി എല്ലാം കാണുന്നുണ്ട്. അമ്മയെ കൂടെ വിളിച്ച് കാണിക്കണോ? നന്ദിനി പറയും ഇനി അമ്മയെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ പട്ടിണി ഇരുന്ന് ചത്തോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വേദ പറയും അങ്ങനെ പോവല്ലേ, ചുമ്മാ കളിക്കാൻ നിൽക്കാതെ മാറി എനിക്ക് വേദ പറയും നമ്മൾ നാത്തൂനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കളിചിരിയൊക്കെ വേണ്ടേ ഏട്ടത്തി? നന്ദിനി പറയും ഇതേ വിശന്ന് വയറ് കത്തിയിരിക്കാൻ ഞാൻ തമാശയ്ക്കുള്ള നേരമല്ല ഇത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോവേ. അപ്പൊ വേദ പറയും എങ്കിൽ പൂർണ്ണമായും നിയന്ത്രണം വിടുന്നതിന് മുമ്പ് ഇങ്ങും വന്നേ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോൾ എന്റെ കൈ വിട്ടെ. വേദ പറയും വ്രതം പാലിക്കാൻ കഴിയുന്നവരെ അത് ചെയ്യാവൂ, അല്ലാത്തവരത് തെറ്റിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നന്ദിനി അടുത്തേക്ക് അതിന് കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഭക്ഷണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വാ. നന്ദിനിക്കും എന്ത് ചോറോ? വേദയ്ക്കും എന്താ വേണ്ടേ? വേണമെങ്കിൽ വാ എന്ന് പറഞ്ഞ് വേദത്തെ എടുക്കാൻ പോവും. നന്ദിനിക്ക് സന്തോഷമുണ്ട്, എന്നാലും ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അങ്ങനെ വേദ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ നന്ദിനി അത് വേഗം വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങും. വേദ പറയും ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എടുത്തു വെച്ചല്ല കേട്ടോ. വ്രതം അനുഷ്ഠിക്കുന്നവരെ പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഇന്ന് രാത്രി നിങ്ങൾ പട്ടിണി ഇറന്ന എന്റെ വിക്രമിനെ പ്രാഗിക്കൊണ്ടിരിക്കും. സുഖമായി മലയിട്ട് മലയ്ക്ക് പോയി വരുന്നത് വരെ ആ പ്രാക്ക് ഏൽക്കണ്ടെന്ന് കരുതിയിട്ടാ. എഴുന്നേറ്റ് വന്നിട്ടില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞ് വിളിച്ചു തരാന്ന് കരുതി എടുത്തു വെച്ചതാ. കഴിച്ചോ എന്ന് പറഞ്ഞ വേദ എവിടുന്ന് പോവാ. നന്ദിനി വേഗം ബാക്കി ഭക്ഷണം വാരി വലിച്ച് കഴിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം വേദ അവിടെ ചക്രവാണി സാറിന്റെ ഓഫീസിലാണ്. അപ്പൊ അവിടേക്ക് ശ്രീധരൻ സാർ വരാട്ടോ. അവിടെ ഉള്ളവർക്കൊക്കെ ശ്രീധരേട്ടന് നന്നായിട്ട് അറിയാം. വാ ശ്രീധരേട്ട, എന്താ കാര്യം? പുതിയ വല്ല കേസും ഉണ്ടോ? ശ്രീധരേട്ടൻ പറയും അല്ലാതെ ലോഹ്യം പറയാൻ ആരെങ്കിലും വക്കീൽ ഓഫീസിലേക്ക് വരുമോ? ഞാൻ ഈ കുട്ടിയെ കണ്ടൊരു വക്കാലത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാ. അത് കേൾക്കുമ്പോ വേദന ഞെട്ടിപ്പോവും. അവിടെ ഉള്ളവരൊക്കെ ഇത്ര പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് കേസ് എടുക്കാൻ തുടങ്ങിയോ? ചക്രവാണി സാറ് സമ്മതിച്ചു. അപ്പൊ വേറൊരാള് പറയും അതെ, സാറ് പറയാതെ നേരിട്ട് കേസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. വേദ പറയും അയ്യോ ഞാൻ കേസൊന്നും എടുത്തിട്ടില്ല. ശ്രീധരേട്ടൻ പറയും ഞാൻ ചക്രവാണി സാറെ വീട്ടിൽ പോയി കണ്ടിരുന്നു. കുട്ടിയെ വന്ന് കാണാൻ സാറാണ് പറഞ്ഞത്. ഒരാൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം. ഡീറ്റെയിൽസ് മുഴുവൻ ഈ ഫയലിലുണ്ട്. വേദ അത് വാങ്ങിക്കും. ആഹാ കൊള്ളാലോ വേദേ എന്ന് അവിടെയുള്ള വേറൊരു വക്കീല് പറയുന്നുണ്ട്. അങ്ങനെ വേദ അത് വാങ്ങിച്ച ആ ഡീറ്റെയിൽസ് നോക്കി ഞെട്ടിപ്പോവാണ്. അല്ല ഇത് ശ്രീധരേട്ടൻ പറയും നിങ്ങളുടെ സാറ് തന്നെയാണ് ഇത് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ വേദ അവിടെ എഴുന്നേറ്റ് ചക്രവാണി സാറെ കാണാനായിട്ട് പോവും. എന്നിട്ട് ശ്രീധരേട്ടൻ വന്ന കാര്യം പറയുമ്പോ ചക്രവാണി സാറ് പറയും വീട്ടിൽ വന്ന് കണ്ടപ്പോ തന്നെ വന്ന് കാണാൻ ഞാനാ പറഞ്ഞത്. അല്ല സാർ അത് ചക്രവാണി സാർ പറയും എന്താ ശ്രീകാര്യം ശ്രീനിവാസനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതിൽ സാർ അയാളുടെ കേസൊക്കെ നമ്മുടെ ഓഫീസല്ലേ നോക്കുന്നത്. ചക്രവാണി സാർ പറയും അതുകൊണ്ട് സോ വാട്ട്, അയാള് ഫീസ് തരുന്നോ? നമുക്ക് അയാൾക്ക് വേണ്ടി ചില കേസുകൾ വാദിക്കേണ്ടി വരുന്നു. ഇപ്പൊ ഇത് മറ്റൊരു കേസാണ്. ഇത് അഡീഷണൽ ആയിട്ട് ഒന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ ഫൈറ്റ് ചെയ്യുന്ന കേസുകൂടെയാണ്. ഇത് നടത്താൻ വേദയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് മറ്റാരെങ്കിലും ഏൽപ്പിക്കാം. ഇല്ല സാർ, ഞാൻ സാറിനോട് ഒപ്പീനിയൻ ചോദിക്കാൻ വന്നതാ എന്ന് വേദ പറയും. ചക്രവാണി സാറ് പറയും അപൂർവം ചില സമയങ്ങളിൽ സത്യം വക്കീലന്മാരുടെ മുന്നിൽ കക്ഷിയായിട്ട് വരും. അപ്പൊ അതിനെ നിരസിക്കരുത്. ഷുവർ സാർ. അങ്ങനെ വേദ എവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ചക്രവാണി സാറ് പറയും ദർശൻ നേരത്തെ വിളിച്ചിരുന്നോ? വേദയെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. കോടതിയിൽ ചെല്ലുമ്പോ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവർ സാർ. അങ്ങനെ വേദ എവിടുന്ന് പോവാണേ.
അങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയാണ് വേദ. പിന്നീട് കാണിക്കുന്നത് ഇത് ദർശനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ദർശന ആ സമയത്ത് ആരുടെയോ കൂടെ എന്തോ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദയെ കാണുമ്പോ വേദയുടെ അടുത്തേക്ക് ചെല്ലും. വേദയ്ക്കും ദർശന ഫയലൊക്കെ നോക്കിയായിരുന്നോ? ദർശൻ പറയും ഇന്നലെ അയച്ച ആ കോപ്പീസ് അല്ലേ, രാത്രി മുഴുവൻ ഇരുന്ന് നോക്കി, എന്ത് തോന്നി? ദർശൻ പറയും വേദയുടെ സംശയം ശരിയാണേ, സുധാകരൻ മാഷിന്റെ ബാഗിൽ ആ മയക്കുമരുന്ന് വന്നത് വീട്ടിൽ വെച്ച് തന്നെയാണ്. അന്ന് വിക്രമാണത് ബാഗിൽ വെച്ചെന്ന് പോലീസിനോട് സമ്മതിച്ചതിന് ശേഷവും പോലീസുകാരെ സ്കൂളിലെ മുഴുവൻ സ്റ്റാഫിനോട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായിട്ട് അവർക്കൊരു സൂചനയും കിട്ടിയിട്ടില്ല. മാത്രമല്ല അന്നത്തെ അച്ഛമ്മനോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ദർശൻ പറയും വിക്രം പഠിച്ചിരുന്ന കോളേജിലെ ആ ഗ്യാങ്ങിന് സുധാകരൻ മാഷിനോട് വൈരാഗ്യമുണ്ട്, അതിനുള്ള സാധ്യത ഏറെയാണ്. വേദവയ്ക്കും പക്ഷെ അവരതെങ്ങനെ അച്ഛന്റെ ബാഗിലെത്തിക്കും? അതിനുള്ള സഹായം അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടിക്കാണോ അല്ലേ? ദർശൻ പറയും എക്സാക്ട്ലി, വീട്ടിൽ നിന്നൊരാൾ അവർക്ക് വേണ്ടി അത് മാഷിന്റെ ബാഗിൽ വെച്ചു. വേദ പറയും സ്വന്തം അച്ഛനെ അഭയപ്പെടുത്താൻ ആ വീട്ടിൽ അറിഞ്ഞുകൊണ്ട് ആര് കൂട്ടു നിൽക്കുന്ന? ദർശൻ പറയും ആലോചിച്ച് നോക്ക്. ദർശൻ പറയും സുധാകരൻ മാഷിനെ അപകടപ്പെടുത്താനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല, വിക്രത്തെ അപകടപ്പെടുത്താനാണെന്ന് പറഞ്ഞുകൊണ്ടായിട്ടാണെങ്കിലോ? ഇത് പറയും എങ്കിലും ആരത് ചെയ്യും? പുറത്തുനിന്ന് ഒരാളെ ആ വീട്ടിലേക്ക് വരില്ല. വിക്രം അത് ചെയ്തിട്ടില്ലെന്ന് നമുക്കും അറിയാം. ഉള്ളത് അമ്മയും വിശ്വേട്ടനും ശ്രീചേട്ടത്തിയും വിനായകേട്ടനുമാ. നന്ദിനേടത്തി ആ സമയത്ത് വിവാഹം അങ്ങോട്ട് എത്തിയിട്ടില്ല. ദർശൻ ചോദിക്കും വേദ പറഞ്ഞതിലെ ഏറ്റവും സാധ്യതയുള്ളത് ആർക്കാണ്? വേദ പറയും അതിപ്പോ വിനായകൻ ചേട്ടൻ. ദർശൻ പറയും എന്തുകൊണ്ടായിക്കൂടാ? കാശെന്ന് പറയുന്നത് അയാളുടെ വീക്ക്നെസ് ആണെന്നല്ലേ വേദ പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ തവണ ചേട്ടന്റെ കേസിലെ ആ ചിട്ടിയുടെ റിസിപ്റ്റ് കോടതിയിൽ എത്തിയത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് ആകസ്മികമായിട്ട് വന്നതാണെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ടോ? വേദ പറയും ഇല്ല, നമുക്ക് ഉറപ്പിക്കേണ്ടത് വിനായകൻ ചേട്ടന്റെ പേര് തന്നെയാണ്. ദർശൻ പറയും പക്ഷെ സാധ്യമായ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം വേദ അത് ചെയ്യാൻ. വെറുതെ സംശയം വിളിച്ചു പറഞ്ഞിട്ട് വേദയ്ക്ക് കുരിശാവരുത്. ആരോപണം അത്ര നിസ്സാരമല്ല, അറിയാലോ, ആരോപണം അത്ര നിസ്സാരമല്ല. വേദ പറയും അറിയാൻ ദർശൻ, ഒന്നുകൂടെ ഞാൻ ആ കാലത്തേക്ക് റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലേ ദർശൻ? ദർശൻ പറയും തീർച്ചയായും, എല്ലാം ഉറപ്പിച്ചിട്ടേ നമ്മൾ ഇറങ്ങി പുറപ്പെടാവൂ എന്ന് പറയുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക്